ലോട്ടറി എടുക്കാത്തവരായി അധികമാരും ഉണ്ടാവില്ല. ഭാഗ്യം പരീക്ഷിക്കാൻ മലയാളികൾ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. എന്നാൽ ഭാഗ്യം പരീക്ഷിച്ച് കെണിയിൽ വീഴുന്നവരുമുണ്ട്. പക്ഷേ മിനിമം ഗ്യാരണ്ടിയുള്ള ഒരു ഭാഗ്യ പരീക്ഷണം എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗ്യക്കുറി തന്നെയാണ്. അതുകൊണ്ടാണ് അതിനിത്ര ആവശ്യിക്കാറുള്ളത്. കേരളം കാത്തിരുന്ന തിരുവോണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടന്നു കഴിഞ്ഞു. 25 കോടി സ്വന്തമാക്കിയ ഭാഗ്യശാലി ആരെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ മലയാളികൾ. പക്ഷെ അതിനേക്കാൾ വലിയ ആകാംക്ഷ എന്തെന്നാൽ 25 കോടി അടിച്ചാൽ എത്ര രൂപ കയ്യിൽ കിട്ടുമെന്നുള്ളതാണ്. സമ്മാനത്തുകയിൽ 10% ഏജന്റ് കമ്മീഷനും 30% ആദായ നികുതിയും കിഴിച്ച ശേഷം 15.75 കോടി രൂപയായിരിക്കും ഭാഗ്യശാലിക്ക് ലഭിക്കുക. ഈ തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയുമുണ്ട് ചില കടമ്പകൾ. സമ്മാനത്തുക 5 കോടിക്ക് മുകളിലായതിനാൽ ആദായ നികുതി നിയമം അനുസരിച്ച് സർചാർജ്, സെസ് എന്നിവ കൂടി അടയ്ക്കേണ്ടി വരും. ഇത് സമ്മാനത്തുക അക്കൗണ്ടിൽ ലഭിച്ച ശേഷം ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്താണ് നൽകേണ്ടത്. ഇവയെല്ലാം കുറച്ച ശേഷം ഏകദേശം 12.8 കോടി രൂപ മാത്രമേ ഈ ഭാഗ്യശാലിക്ക് കിട്ടൂ. ഈ വർഷം പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിൽപ്പന നടന്നത്. 75 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ ബമ്പറിൻ്റെതായി അച്ചടിച്ചത്. ഇതിൽ നാശനഷ്ടം സംഭവിച്ച ഒരു ടിക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ ടിക്കറ്റുകളും വിറ്റഴിഞ്ഞിട്ടുണ്ട്. കനത്ത മഴയും GST മാറ്റവും കാരണം ടിക്കറ്റ് വിൽപ്പന പൂർത്തിയാകാത്തതിനെ തുടർന്ന് സെപ്റ്റംബർ 27 നറുക്കെടുപ്പ് ഒക്ടോബർ 4 മാറ്റുകയായിരുന്നു.